ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ട മീഡിയയിലേക്ക് സ്വാഗതം. ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തി തരികയും ദൈവത്തെ തന്നെ നമുക്ക് നൽകുകയുമാണ്. യേശുക്രിസ്തുവിൽ പൂർത്തിയായത് ഈ ദൈവാവിഷ്കാരമാണ്. ഞാനും നിങ്ങളും ജീവിക്കുന്ന ജീവിത ചുറ്റുപാടിൽ ദൈവാനുഭവത്തിന്റെ പരിമിതികൾ അനുഭവിക്കുന്നവരാണ്. നമുക്കിപ്പോഴും ദൈവത്തെ സമ്പൂർണമായി തിരിച്ചറിയാൻ കഴിയുന്നില്ല. ജീവിതത്തിൽ വെളിപ്പെടുന്ന ദൈവത്തെ തിരിച്ചറിയാനും നമുക്കായി നൽകപ്പെട്ട ക്രിസ്തുവിനെ നമ്മിൽ തന്നെയും അപരനിലും അനുഭവിക്കാനും കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ദൈവാവിഷ്കാരത്തിന്റെ പദ്ധതി നമുക്ക് അനുഭവേദ്യമാകുക. തിരിച്ചറിയാൻ കഴിയാത്ത വിധം നിഗൂഢമായി പലപ്പോഴും നമ്മുടെ ആത്മീയ ജീവിതം മാറിപ്പോകുന്നുണ്ട്. ഭൗതികമായ കേവലത്വത്തിൽ ഒതുങ്ങി ദൈവിക ബന്ധത്തെ തിരിച്ചറിയാതെ ജീവിക്കുകയാണ് നമ്മൾ പലപ്പോഴും. ദൈവാവിഷ്കാരത്തിന്റെ സമ്പൂർണത നമുക്കായി നൽകപ്പെട്ടിട്ടും ക്രിസ്തു ശരീരമാകുന്ന സഭയ്ക്കകത്ത് ജീവിക്കുമ്പോഴും ദൈവവുമായുള്ള ഒരു അകലം നിലനിൽക്കുന്നു. പാപച്ചാച്ചിലുകൾ നമ്മെ വിട്ടൊഴിയുന്നില്ല. ട്രെൻഡ് സുനോദോസ് പഠിപ്പിക്കുന്നത് പോലെ പാപമോചനം ലഭിച്ചു കഴിഞ്ഞതിന് ശേഷവും പാപത്തോടുള്ള ചായ്ച്ചിൽ ഇപ്പോഴും തുടരുന്നു. ആ പാപച്ചായ്ച്ചിലിന് നാം അറിയാതെ സമ്മതം കൊടുക്കുകയും വീണുപോവുകയും ചെയ്യുന്നുണ്ട്. അപ്രകാരം വീണുപോകുന്ന നമ്മെ നിരന്തരമായി രക്ഷിക്കുന്ന ഒരു ദൈവം കൂടെ ഉണ്ട് എന്ന ബോധ്യമാണ് പ്രത്യാശയിലേക്ക് നയിക്കേണ്ടത്. ദൈവാവിഷ്കാരം ആരംഭിക്കുന്ന ഘട്ടത്തിൽ ആദി മാതാപിതാക്കന്മാർക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തുന്ന ദൈവത്തെ മനുഷ്യൻ തിരിച്ചറിയാതെ പോകുന്നു, അംഗീകരിക്കാതെ പോകുന്നു. അങ്ങനെ അനുസരണത്തിൽ നിന്ന് വീണ് ലോകാനുരൂപിയായി മാറിപ്പോകുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണാം, 3-ാം അധ്യായത്തിൽ 8-ാം തിരുവചനത്തിൽ വെയിലാറിയപ്പോൾ ദൈവം തോട്ടത്തിൽ ഉലാത്തുകയാണ്. ആദത്തോടും ഹവ്വയോടും ഒപ്പമായിരിക്കാനാണ് ദൈവത്തിന്റെ വരവ്. അങ്ങനെ വരുമ്പോ ആദവും ഹവ്വയും മരങ്ങൾക്കിടയിൽ ഒളിക്കുന്നു. ദൈവത്തെ അവർക്ക് ഭയമാവുന്നു. ഭയമെന്നത് ഒരകലം സൃഷ്ടിക്കുന്ന കാര്യമാണ്. ഒരാളെ തിരിച്ചറിഞ്ഞു കഴിയുമ്പോഴാണ് നമ്മുടെ ഭയം അതുകൊണ്ട് സാധാരണഗതിയിൽ നമ്മൾ കാണാവുന്ന ഒരു കാര്യം, സ്നേഹമേറുമ്പോൾ ബഹുമാനം കുറയുന്നതായിട്ട് നമുക്ക് തോന്നും. ബഹുമാനം എന്നത് സാമാന്യഗതിയിൽ ഒരു ഭയം ജനിപ്പിക്കുന്ന കാര്യമാണ്. അവരിനോട് അകലമുണ്ടാകുമ്പോഴാണ് സാധാരണ രീതിയിൽ ഭയം ഉണ്ടാകുക. അടുത്ത് പെരുമാറുമ്പോൾ എത്ര സ്നേഹവാനാണ്, സ്നേഹവതിയാണ് എന്നൊക്കെ ആളുകളെ കുറിച്ച് നമ്മൾ പറയാറുണ്ടല്ലോ. കാണുന്നത് പോലെ അല്ല, അടുത്ത് ചെല്ലുമ്പോൾ സ്നേഹമാണെന്ന്. അടുക്കുമ്പോൾ മാത്രമേ ആ സ്നേഹം അനുഭവിക്കാൻ കഴിയൂ. പാപം ചെയ്തപ്പോ, അനുസരണത്തിൽ നിന്നകന്നപ്പോ മനുഷ്യൻ ദൈവത്തിൽ നിന്നകന്നു. അവൻ മരങ്ങൾക്കിടയിൽ ഒളിച്ചു. ദൈവം വിളിച്ചു ചോദിക്കുന്നുണ്ട്, ആദം നീ എവിടെയാണ്? ഇന്നും നമ്മോട് ചോദിക്കുന്ന ചോദ്യം തന്നെയാണത്, നീ എവിടെയാണ്? നാം എവിടെയാണ് എന്നത് നാം തിരിച്ചറിയണം. നാം എവിടെയാണ് എന്നത് തിരിച്ചറിയുമ്പോഴാണ് ദൈവവുമായുള്ള അകലം നമുക്ക് ബോധ്യപ്പെടുക. യഥാർത്ഥത്തിൽ പാപബോധം എന്ന് പറയുന്നത് ഈ അകലം തിരിച്ചറിയലാണ്. നമുക്കിപ്പോഴത് വ്യക്തമായിട്ടില്ല. നമ്മൾ കുമ്പസാരത്തിന് മുമ്പ് ഒരുങ്ങുമ്പോൾ പാപബോധം നൽകണമേ പരിശുദ്ധാത്മാവേ എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ആലോചിക്കുന്നത് ചെയ്തു പോയ പാപങ്ങളെ കുറിച്ചാണ്. മനുഷ്യൻ പാപിയാണ് എന്നതുകൊണ്ട് ദൈവത്തോടൊരു അകലം തോന്നുന്നു. വിശുദ്ധ പത്രോസ് വിശുദ്ധ ലൂക്കാസ് വിശേഷത്തിൽ മീൻപിടുത്തം കഴിഞ്ഞിട്ട് 2 വഞ്ചികൾ മുങ്ങാറാകുവോളം മത്സ്യം കിട്ടിക്കഴിയുമ്പോൾ കടലിലേക്ക് എടുത്തു ചാടി പറയുന്നുണ്ട്, കർത്താവെ എന്നിൽ നിന്ന് അകന്നു പോകണമേ. ദൈവത്തെ കണ്ടുമുട്ടുമ്പോൾ നമുക്കുണ്ടാകുന്ന അകലമാണത്. നമ്മുടെ കുറവുകളും പരിമിതികളും ദൈവവുമായുള്ള ബന്ധത്തിൽ അകലം സൃഷ്ടിക്കും. അങ്ങനെ അകലം സൃഷ്ടിക്കുന്നു, ദൈവവുമായിട്ട് അകലം ഉണ്ടാകുന്നു. ആ അകലം അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. 10-ാം തിരുവചനത്തിൽ ദൈവം ചോദിക്കും, ആദം തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച ആ പഴം നീ ഭക്ഷിച്ചോ? ആദം പറയുന്ന മറുപടി എന്താണ്? അങ്ങ് എനിക്ക് കൂട്ടിന് തന്ന ഈ സ്ത്രീ ആ പഴം എനിക്ക് തന്നു, ഞാനത് ഭക്ഷിച്ചു. ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് അകന്നു കഴിയുമ്പോൾ രണ്ടാമതുണ്ടാകുന്ന ബന്ധവിച്ഛേദനം സാഹോദര്യത്തിലാണ്. 2 കൽപ്പനകൾ, ദൈവത്തെ സ്നേഹിക്കണം, അയൽക്കാരനെയും സ്നേഹിക്കണമെന്ന് ക്രിസ്തു പറയാം. 2 ബന്ധങ്ങൾ എന്നുള്ള അകലമാണ്. ദൈവാവിഷ്കാരത്തിന്റെ സമ്പൂർണതയായ ക്രിസ്തു ഈ അകലം പരിഹരിക്കാനുള്ള മാർഗമാണ് പറയുന്നത്. ക്രിസ്തുവിൽ നമുക്ക് പിതാവ്, ദൈവവും മറ്റുള്ളവർ ബന്ധം പുനഃസ്ഥാപിക്കപ്പെടും. ഹവ്വയോട് ചോദിക്കുന്നു, നീ എന്താണ് ചെയ്തത്? സർപ്പം എന്നെ വഞ്ചിച്ചു. മനുഷ്യൻ ഇപ്പോഴും കുറ്റം മുഴുവൻ പിശാചിന്റെ തലയെ കെട്ടിവെച്ച് ഒഴിയാനുള്ള ശ്രമത്തിലാണ്.
സ്വന്തം ഉത്തരവാദിത്വം ഏറ്റുപറയാൻ ഇപ്പോഴും നമ്മൾ തയ്യാറാകുന്നില്ല. അതുകൊണ്ട് കുഴപ്പങ്ങളുടെ എല്ലാം കാരണം പിശാചാണ് എന്ന് വരുത്തി തീർക്കാനാണ് നമ്മുടെ പിശാച് തിന്മയാണ്, തിന്മ എപ്പോഴും തിന്മയിലേക്ക് മാത്രമേ നമ്മെ ക്ഷണിക്കൂ എന്ന്. എന്നാൽ മനുഷ്യൻ ചെയ്യുന്ന പാപങ്ങൾക്ക് കാരണം പിശാചാണോ, നമ്മുടെ ഉത്തരവാദിത്വം നാം നിറവേറ്റാത്തതാണോ? ക്രിസ്തുവിൽ വീണ്ടെടുക്കപ്പെട്ട നാം ആദവും ഹവ്വയും ചെയ്ത പാപത്തിന്റെ പരിണിത ഫലങ്ങളിൽ നിന്ന് ക്രിസ്തുവിൽ വിമോചനം പ്രാപിച്ചവരാണ്. അങ്ങനെ വിമോചനം പ്രാപിച്ചതിന് ശേഷവും ഒരു ബന്ധത്തിലുള്ള അകലം നാം നിലനിർത്തി പോകുന്നുണ്ട്. ആ ബന്ധത്തിലുള്ള അകലം പരിഹരിക്കാൻ ദൈവം ഘട്ടം ഘട്ടമായി പദ്ധതികൾ ആവിഷ്കരിക്കുന്നു. മനുഷ്യന്റെ പാപം അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ആബേലിന്റെയും കായന്റെയും കാര്യം നമുക്കറിയാം. ആബേലിനോട് അസൂയ തോന്നി കായൻ അവനെ കൊല്ലുന്നു. അപ്പോഴും ദൈവം ചോദിക്കുന്നുണ്ട്, കായൻ, നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്തുകൊണ്ട്? നിന്റെ സഹോദരൻ എവിടെയാണ്? നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യങ്ങൾക്ക് അന്നും കായന് വ്യക്തമായ ഉത്തരവില്ല. ഇന്നും നാം മ്ലാനവതരായി പോകുന്നു. നാം എവിടെയായി ആണ് എന്ന് തിരിച്ചറിയാതെ ജീവിക്കുന്നു. സ്വയാവബോധവും ഹൃദയത്തിനകത്ത് ദൈവവുമായുള്ള ബന്ധത്തിൽ അകലവും എത്രത്തോളം നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നുവോ അത്രത്തോളം ആവിഷ്കൃതമായ സത്യത്തിനകത്ത് ജീവിക്കും. അപ്പൊ അതുകൊണ്ട് മനുഷ്യന്റെ പാപം വർദ്ധിക്കുന്നു. ആ പാപം അവനെ വീണ്ടും വീണ്ടും അടിമപ്പെടുത്തുന്ന രീതിയിലേക്ക് വരുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൽ നമുക്കത് കാണാം. ഭൂമിയിൽ മനുഷ്യന്റെ പാപം വർദ്ധിച്ചതായിട്ട് ദൈവം കാണുന്നു. അവന്റെ ഹൃദയം എപ്പോഴും തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുന്നു. അങ്ങനെ തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുന്ന ആ മനുഷ്യരെ നശിപ്പിക്കാൻ ദൈവം തീരുമാനിക്കുന്നു. അങ്ങനെ നശിപ്പിക്കാൻ തീരുമാനിക്കുമ്പോഴും നീതിമാനായ ഒരുവനെ ദൈവം അതിൽ നിന്ന് വേറിട്ട് നിർത്തുന്നു. ആ നീതിമാനാണ് നോഹ. നോഹയിലൂടെ ദൈവാവിഷ്കാരം വീണ്ടും പ്രകടമാവുകയാണ്. നോഹ ദൈവത്തിന്റെ വാക്കുകൾ അനുസരിക്കുന്നവൻ, ദൈവപക്ഷത്ത് ചരിക്കുന്നവൻ. അതുകൊണ്ട് ഉൽപ്പത്തി പുസ്തകത്തിന് ആദ്യം മനുഷ്യന് കൊടുക്കുന്ന എല്ലാ അവകാശങ്ങളും നോഹയ്ക്ക് അവിടെ നൽകുന്നുണ്ട്. സന്താനോൽപാദനം വഴി ഭൂമി മുഴുവൻ നിറയാൻ ആദത്തിനോടും ഹവയോടും പറയുന്ന ദൈവം നോഹയോടും പറയുന്നു, അങ്ങനെ അതിനെ കീഴടക്കുവിൻ, ഭൂമിയിൽ നിറഞ്ഞതിനെ കീഴടക്കുവിൻ, സകലത്തിന്റെ മേലും നിനക്ക് ഞാൻ അധികാരം തരുന്നു. വീണ്ടും ആവിഷ്കരിക്കുകയാണ് ദൈവിക പദ്ധതി. കാറ്റക്കിസം ഓഫ് കാത്തലിക് ചർച്ച് 56 ദൈവത്തിന്റെ ഈ പദ്ധതി അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ലെന്നും ഭാഷകൾക്കും ദേശങ്ങൾക്കും അതീതമായ ബന്ധമായി അത് വളരുന്നുവെന്നും പറയുന്നുണ്ട്. കാറ്റക്കിസം ഓഫ് കാത്തലിക് ചർച്ച് 56 പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കാം. കാറ്റക്കിസം ഓഫ് കാത്തലിക് ചർച്ച് 56. പാപം മൂലം മനുഷ്യവർഗത്തിൻ്റെ ഐക്യം ശിഥിലമായതോടെ ഭാഗമായി മനുഷ്യകുലത്തെ രക്ഷിക്കുവാൻ ദൈവം തയ്യാറായി. ജലപ്രളയത്തിന് ശേഷം നോഹയുമായി ദൈവം സ്ഥിരീകരിച്ച ഉടമ്പടി വ്യത്യസ്ത ജനപദങ്ങളുടെ നേർക്കുള്ള ദൈവത്തിൻ്റെ രക്ഷാപദ്ധതിയെ, അതായത് സ്വന്തമായ ഭാഷയുടെയും ഗോത്രത്തിൻ്റെയും അടിസ്ഥാനത്തിൽ സ്വന്തമായ ദേശങ്ങളിൽ ഒത്തുചേർന്നിരിക്കുന്ന മനുഷ്യരാശിയെ സംബന്ധിച്ച രക്ഷാപദ്ധതിയെ സ്പഷ്ടമാക്കുന്നു. ആദത്തിന്റെയും ഹവയുടെയും പാപത്തിനു ശേഷം മനുഷ്യൻ നേരിടുന്ന പ്രതികൂലം ഒരു ജീർണാവസ്ഥയാണ്. തുടരെയായി പാപത്തിന്റെ വഴിയിലൂടെയാണ് യാത്ര. ഒരിക്കലും അതിൽ നിന്ന് കരകയറാൻ കഴിയുന്നില്ല. ഇസ്രായേൽ ചരിത്രത്തിലും അത് നമുക്ക് കാണാം. പഴയ നിയമകാലത്ത് പാപത്തിന്റെ അടിമത്തത്തിലാണ് മനുഷ്യർ. ക്രിസ്തുവിലാണ് പാപത്തിന്റെ അടിമത്തം നീക്കം ചെയ്യപ്പെടുന്നത്. അടിമത്തം നീക്കുമ്പോഴും പാപച്ചായ്ച്ചൽ നീക്കപ്പെട്ടിട്ടില്ല. പാപാവസ്ഥ സമ്പൂർണമായി മറികടക്കാൻ മനുഷ്യന് കഴിയുന്നില്ല. അത് കഴിയണമെങ്കിൽ ക്രിസ്തുവിലേക്ക് അവൻ സ്വയം എടുത്തു വെക്കണം. യേശുവിനെ ഹൃദയത്തിന് നാഥനും രക്ഷകനുമായി സ്വീകരിക്കുമ്പോൾ, സമ്പൂർണമായ ദൈവിക വെളിപാടിനെ അംഗീകരിക്കുമ്പോൾ മാത്രമേ പാപകരമായ ലോകത്ത് നമുക്ക് വിമോചനം പ്രാപിക്കാൻ കഴിയൂ. എന്നാൽ പഴയ നിയമകാലത്ത് പാപത്തിന്റെ അടിമത്തത്തിലാണ്. യോഹന്നാൻ 8:34 ഈശോ അത് പറയുന്നുണ്ട്, പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയാണ്. എന്നിട്ട് അവിടെ നിന്ന് തുടർന്ന് പറയുന്നു, പുത്രനാണ് എക്കാലവും ഭവനത്തിൽ വസിക്കുന്നത്, പുത്രൻ സ്വതന്ത്രരാക്കിയാൽ സമ്പൂർണമായി സ്വതന്ത്രമാക്കപ്പെടും. ദൈവാവിഷ്കാരത്തിലേക്കുള്ള ചവിട്ടുപടികളിൽ മനുഷ്യൻ ആദ്യഘട്ടങ്ങളിൽ നേരിടുന്ന ഈ പ്രതികൂലാവസ്ഥയെ ദൈവം ഘട്ടം ഘട്ടമായി പരിഹരിക്കുന്നു. മനുഷ്യന്റെ പാപത്തിന് പരിഹാരമായ ക്രിസ്തു സമ്പൂർണ്ണ രക്ഷയെ പ്രദാനം ചെയ്യുന്ന സമയം വരെ മനുഷ്യൻ ഈ അടിമത്തത്തിൽ തുടരുകയാണ്. നാം വിമോചിതരായവരാണ്. മനുഷ്യകുലം വിമോചിതമായിട്ടുണ്ട്. അങ്ങനെ വിമോചിതരായ നമ്മൾ വിമോചിതരാണ് എന്ന് അറിയാത്തത് കൊണ്ട്
പലപ്പോഴും പാപത്തിന്റെ അടിമകളാണെന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്നു. ഒരു പക്ഷിയെ അതിന്റെ കാലിൽ കെട്ടി കുറെ നാൾ വളർത്തിയാൽ ആ കെട്ടഴിച്ചു വിടുമ്പോഴും അതിന് എളുപ്പത്തിൽ പറക്കാൻ സാധ്യമല്ല. കുറെ നേരം അതൊരു പരിമിതാവസ്ഥപ്പെട്ട് നിൽക്കും, അതിന് പറക്കാൻ സാധ്യമല്ല. താൻ കെട്ടപ്പെട്ടു എന്ന ബോധ്യം അതിനെ കെട്ടും. അതേപോലെ പാപം അടിമപ്പെടുത്തിയ മനുഷ്യന്റെ ഈ വളർച്ച, പാപകരമായ വീഴ്ചകളിലൂടെയുള്ള തുടർച്ച അവനെ ഒരു അടിമബോധത്തിന്റെ കെട്ടിൽ എപ്പോഴും കെട്ടിയിടും. ഇപ്പോഴും നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ളതാണ് പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയാണ് എന്ന വാക്കുകൾ. ക്രിസ്തുവിൽ വിമോചിതനായിട്ടും അടിമതുകം ചുമലിൽ നിന്ന് മാറ്റാൻ കഴിയാത്ത രീതിയിൽ നാം അന്ധകാരത്തിന്റെ ലോകത്തേക്ക്, അജ്ഞതയുടെ ലോകത്തേക്ക് പോകുന്നു. അതുകൊണ്ട് ക്രിസ്തുവിൽ നമുക്കായി നൽകപ്പെട്ട രക്ഷയെ സ്വീകരിക്കാൻ കഴിയാതെ പോകുന്നു. നോഹയുടെ കാലത്ത് ഇപ്രകാരം രക്ഷ അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല. രക്ഷയിലേക്കുള്ള ചവിട്ടുപടികളിലാണ് മനുഷ്യർ. അവിടെ ഈ അടിമത്വം അവൻ അനുഭവിക്കുന്നു. പാപം എപ്പോഴും ഇസ്രായേലിന്റെ ചരിത്രത്തിൽ തലപൊക്കുന്നത് അങ്ങനെ നമുക്ക് കാണാം. കാറ്റക്കിസം ഓഫ് കാത്തലിക് ചർച്ച് 401 അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അതൊന്ന് കേൾക്കാം. കാറ്റക്കിസം ഓഫ് കാത്തലിക് ചർച്ച് 401. ആദ്യ പാപത്തിനു ശേഷം ലോകം മുഴുവൻ വാസ്തവത്തിൽ ഒരു പാപത്തിൻ്റെ പിടിയിലമർന്നു. കായേൻ സ്വസഹോദരൻ ആബേലിനെ വധിക്കുന്നു. പാപത്തെ തുടർന്ന് മനുഷ്യവംശം സാർവത്രികമായ ജീർണതയ്ക്കിരയാകുന്നു. അങ്ങനെ തന്നെ ഇസ്രായേലിന്റെ ചരിത്രത്തിലും പാപം തുടരെ തുടരെ തലപൊക്കുന്നതായി കാണാം. ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഈ തുടർച്ച നമുക്ക് കാണാം. രണ്ട് കാര്യമായിട്ടാണ്: ദൈവത്തോടുള്ള അവിശ്വസ്തത, മോശയുടെ നിയമത്തിന്റെ ലംഘനം. ഈ രണ്ട് കാര്യങ്ങളായിട്ടാണ് പഴയ നിയമത്തിൽ പാപം പ്രധാനമായിട്ടും കാണപ്പെടുക. അങ്ങനെ കൽപ്പനകളുടെ ലംഘനത്തിലൂടെ, ദൈവത്തോടുള്ള അവിശ്വസ്തതയിലൂടെ പാപത്തിന്റെ കെട്ടുകളിൽ മുങ്ങിത്താഴുന്ന മനുഷ്യനെ നിരന്തരം രക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങളുമായി ദൈവം കൂടെയുണ്ട്. ദൈവം ഒരിക്കലും കൈവിടുന്നില്ല. പാപത്തിൽ വീണുപോയ മനുഷ്യനെ എന്നേക്കുമായി തള്ളിക്കളയാനാണെങ്കിൽ ദൈവത്തിന് പ്രളയത്തിന് ശേഷം ഒരു ഉടമ്പടിയോ ഒരു രക്ഷയോ നടത്തേണ്ട കാര്യമില്ല. നോഹയുടെ കാലത്ത് ഇപ്രകാരം പാപത്തിൽ വീണുപോയ മനുഷ്യനെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കുമെന്ന് പറയുന്ന ദൈവം പ്രളയത്തിലൂടെ എല്ലാവരെയും നശിപ്പിക്കുമ്പോൾ നോഹയെയും 8 പേരെയും ഒരു പേടകത്തിൽ പ്രത്യേകം സംരക്ഷിക്കുന്നുണ്ട്. അങ്ങനെ പേടകം നിർമ്മിക്കാനായി നോഹയോട് പറയുന്ന ദൈവം ആ പേടകത്തിനകത്ത് പ്രവേശിക്കുന്ന അവരെ വിശ്വസ്തരായി തിരിച്ചറിയുന്നു, അവരെ അനുഗ്രഹിക്കുന്നുണ്ട്. ദൈവത്തിന്റെ സ്നേഹം നിരന്തരമായി തന്നോടുള്ള ബന്ധത്തിലേക്ക്, തന്റെ സഹവാസത്തിലേക്ക് മനുഷ്യൻ ക്ഷണിക്കുന്നു, തന്നെ തന്നെ നൽകാൻ തയ്യാറാകുന്നു. ആ രക്ഷാകരമായ പ്രവൃത്തി ദൈവം പൂർത്തിയാക്കുന്നു. എന്നാൽ നോഹയിൽ ഈ ഉടമ്പടിയുടെ പ്രാരംഭം നമുക്ക് കാണാം. അവിടെ നോഹയോട് ഉടമ്പടി പറയുന്ന ദൈവം ഇനി ഒരിക്കലും പ്രളയം മൂലം ഞാൻ ലോകത്തെ നശിപ്പിക്കുകയില്ല എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. നോഹയിൽ ആരംഭിച്ച ഉടമ്പടിയാണ് പുതിയ നിയമത്തിൽ ഉടമ്പടിയായി തീരുന്നത് എന്ന് ഓർക്കണം. അത് കേവലമായി ഒറ്റയ്ക്ക് വന്ന കാര്യമല്ല, പഴയ നിയമത്തിന്റെ തുടർച്ചയായിട്ടാണ്. ഇതൊക്കെ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രകടമാകണം, നമ്മുടെ ജീവിതത്തിന് വ്യക്തമായ ബോധ്യം ഉണ്ടാകാൻ വേണ്ടിയാണ്. പാപകരമായ ഈ അവസ്ഥകളിലൂടെ കടന്നു വന്ന മനുഷ്യകുലത്തെ രക്ഷിക്കുന്ന ഒരു ദൈവം, പ്രത്യാശയുടെ ദൈവം നമുക്ക് വേണ്ടി ക്രിസ്തുവിനെ നൽകിയെന്നും ആ ക്രിസ്തുവിലാണ് നമ്മൾ ജീവിക്കുന്നതെന്നും ബോധ്യമുണ്ടാകുകയും ഈ ദൈവിക സഹവാസത്തെ, ഈ ദൈവാവിഷ്കാരത്തെ ഹൃദയപൂർവ്വം സ്വീകരിക്കുകയും ചെയ്യുമ്പോഴാണ് ആ പദ്ധതിയുമായി നാം ചേരുക. അപ്പോഴാണ് പുതിയ ഉടമ്പടിയുടെ ഭാഗമായിട്ട് നമ്മൾ മാറുക. പഴയ നിയമകാലത്തിന് ശേഷം ഈ പാപത്തിന്റെ തുടർച്ച ഇപ്പോഴും നമുക്ക് കാണാം. യേശുക്രിസ്തു പാപപരിഹാര ബലിയായി അർപ്പിക്കപ്പെടുകയും പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് വിമോചിപ്പിക്കുകയും ചെയ്ത ശേഷം ഇപ്പോഴും നമ്മുടെ ജീവിതമാർഗത്തിൽ പാപം തലപൊക്കുന്നുണ്ട്. അതെങ്ങനെയാണ് പാപം തലപൊക്കുന്നത്? ക്രിസ്തുവിനെ സ്നേഹിക്കാൻ കഴിയാത്ത വിധം ലോകത്തോടുള്ള ക്രമവിരുദ്ധമായ സ്നേഹമായിട്ടാണ് അത് പ്രവർത്തിക്കുന്നതെന്ന് കാറ്റക്കിസം ഓഫ് കാത്തലിക് ചർച്ച് പഠിപ്പിക്കുന്നു. ക്രിസ്തുവിനെ സ്നേഹിക്കാൻ കഴിയാത്ത വിധം ലോകത്തോടുള്ള മൈത്രി, ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണ് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ എന്ന് വചനം ചോദിക്കുന്നുണ്ട്. യേശു ക്രിസ്തുവിലായി തീർന്നിരിക്കുന്ന നാം ക്രിസ്തുമാർഗത്തിൽ എത്രത്തോളം പുരോഗമിക്കുന്നുവോ, അവിടുന്നുമായി ഗാഠബന്ധത്തിലാകുന്നുവോ, അനുതാപപൂർണ്ണം അവിടുത്തെ പിൻചെല്ലുന്നുവോ, അത്രത്തോളം ഈ ദൈവാവിഷ്കാരത്തിന്റെ പദ്ധതി അനുഭവിക്കും, ദൈവവുമായുള്ള ഐക്യത്തിലേക്ക് എത്തിച്ചേരും. അങ്ങനെ രക്ഷ അനുഭവിക്കുന്നവരായിട്ട് മാറും. വിശുദ്ധ ലിഖിതവും സഭാപാരമ്പര്യവും പാപത്തിന്റെ സാന്നിധ്യവും സാർവജനീനത്വവും നിരന്തരമായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കാറ്റക്കിസം ഓഫ് കാത്തലിക് ചർച്ച് 401 ഖണ്ഡികയിൽ നമ്മോട് പറയുന്നു. പ്രത്യേകമായി ഉടമ്പടി ചെയ്ത ദൈവത്തോടുള്ള അവിശ്വസ്തതയായും മോശയുടെ നിയമത്തിന്റെ ലംഘനമായും ഇസ്രായേലിന്റെ പാപം പ്രത്യക്ഷപ്പെടുന്നു.
ക്രിസ്തുവിൻ്റെ രക്ഷാകര പ്രവർത്തനത്തിന് ശേഷം പോലും ക്രിസ്ത്യാനികളുടെ ഇടയിൽ വിവിധ മാർഗങ്ങളിലൂടെ പാപം തലയുയർത്തുന്നുണ്ട്. വിശുദ്ധലിഖിതവും സഭാപാരമ്പര്യവും മാനവചരിത്രത്തിലെ പാപത്തിൻ്റെ സാന്നിധ്യവും സാർവജനീനത്വവും നിരന്തരം നമ്മെ അനുസ്മരിപ്പിക്കുന്നു. മഹാപ്രളയത്തിൽ നിന്ന് പേടകത്തിലൂടെ നോഹയും കൂട്ടരും രക്ഷപ്പെടുന്ന സംഭവം യഥാർത്ഥത്തിൽ നമ്മുടെ രക്ഷയെ കൂടി ഓർമ്മപ്പെടുത്തുന്നതാണ്. നോഹ ദൈവം പറഞ്ഞത് കേട്ട് നിർമ്മിക്കുന്ന പേടകത്തിൽ 8 പേരാണ് രക്ഷപ്പെട്ടത്. ജലത്തിലൂടെ രക്ഷപ്പെട്ട 8 പേർ. ജീവജാലങ്ങളുണ്ട്, ഒപ്പം 8 മനുഷ്യർ. ആ രക്ഷപ്പെട്ടവർ ഇന്ന് ക്രിസ്തുവിൽ സ്നാനം സ്വീകരിക്കപ്പെട്ടവർ നേടുന്ന രക്ഷയെയാണ് അനുസ്മരിപ്പിക്കുന്നത്. നാം ഓരോരുത്തരും യേശു ക്രിസ്തുവിൽ രക്ഷ പ്രാപിച്ചവരാണ്, വീണ്ടും ജനിച്ചവരാണ്. മാമോദീസയിൽ ജലം പ്രതിനിധാനം ചെയ്യുന്നത് ഈ രക്ഷയുടെ ഓർമ്മ കൂടിയാണ്. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, നാം ഇപ്രകാരം വീണ്ടെടുക്കപ്പെട്ടവരാണെന്നും ദൈവാവിഷ്കാരത്തിന്റെ പദ്ധതിയിൽ നാം ഇങ്ങനെ പങ്കുകാരാകുന്നുവെന്നും ക്രിസ്തുവിൽ സമ്പൂർണമായി നമുക്ക് കൈവന്ന ഈ ദൈവിക വെളിപാടിനെ നമുക്ക് സ്വീകരിക്കാൻ കഴിയണമെന്നാണ്. യേശുവിനെ ഹൃദയത്തിനകത്ത് സ്വീകരിക്കുമ്പോൾ ഈ രക്ഷയുടെ അനുഭവത്തിലേക്കാണ് നാം വരിക. നോഹ പ്രളയത്തെ അതിജീവിച്ചതുപോലെ ക്രിസ്തുവിൽ നാം ലോകത്തിന്റെ തിന്മകൾ അതിജീവിക്കും, ക്രിസ്തുവിൽ രക്ഷയിലേക്ക് പ്രവേശിക്കും. ദൈവിക വെളിപാടായ ക്രിസ്തുവിന് എത്രത്തോളം നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നുവോ അത്രത്തോളം രക്ഷയുടെ ആനന്ദത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് പറ്റും. ക്രിസ്തുവിൽ നാം വിമോചിതരാണ് എന്ന ബോധ്യം പലപ്പോഴും നമുക്ക് ഉണ്ടാകുന്നില്ല. ഈ പുതിയ ഉടമ്പടിയുടെ ഭാഗമാണ്, ദൈവവുമായ ഒരു ഉടമ്പടിയിൽ നമ്മൾ ഏർപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം നമുക്ക് ഓർമ്മ വരുന്നില്ല. ദൈവം സ്ഥാപിച്ച ആ ഉടമ്പടി, ക്രിസ്തുവിൽ പൂർത്തിയായ ആ ഉടമ്പടിയുടെ ഭാഗമാണ് നമ്മളെന്നും ആ ഉടമ്പടിയാണ് നമ്മുടെ രക്ഷയെന്നും തിരിച്ചറിയാൻ കഴിയാത്തതുകൊണ്ട് പലപ്പോഴും നാം സാധാരണ മനുഷ്യരല്ലേ എന്ന നിലയ്ക്ക് ചിന്തിക്കാം. എപ്പോഴും നമ്മൾ കേൾക്കുന്നൊരു കാര്യമാണ്, നമ്മളൊക്കെ സാധാരണ മനുഷ്യരല്ലേ. നമ്മളൊക്കെ സാധാരണ മനുഷ്യരാണ്, അസാധാരണമായി ജീവിക്കുന്ന സാധാരണ മനുഷ്യർ. നമ്മുടെ അസാധാരണത്വം ക്രിസ്തുവിലുള്ള ഏകത്വമാണ്. യേശുക്രിസ്തുവിലായി തീർന്നിരിക്കുന്നു എന്നതാണ് അസാധാരണത്വം. സാധാരണ മനുഷ്യരാണ് നമ്മൾ, ചിറകുള്ള മാലാഖയല്ല. പക്ഷേ നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച് ഒരുവൻ രക്ഷ നേടിത്തരികയും തന്നെ സമ്പൂർണമായി വെളിപ്പെടുത്തുകയും തന്നെ നമുക്ക് നൽകുകയും ചെയ്തതിലൂടെ ദൈവാവിഷ്കാരത്തിന് ഏറ്റവും ഉന്നതമായ പദവിയിൽ നാം എത്തിയിട്ടുണ്ട് എന്ന കാര്യം തിരിച്ചറിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ നോഹ വഴി രക്ഷ പ്രാപിച്ച 8 പേരുടെ ഓർമ്മ നമ്മെ എങ്ങനെയാണ് ഈ രക്ഷയുടെ പുതിയ വഴിയിലേക്ക് നയിക്കുന്നത് തിരിച്ചറിയാൻ പറ്റുക. പഴയ നിയമ പ്രതീകത്തിൽ നോഹയുടെ അനുസരണം വഴി, നീതിപൂർവകമായ ജീവിതം വഴി മനുഷ്യർ രക്ഷ പ്രാപിക്കുന്നു, സർവാധികാരം ലഭിക്കുന്നു, പ്രപഞ്ചത്തിന്റെ മേൽ അധികാരമുള്ളവരായി മാറുന്നു. അപ്രകാരം ലോകം മുഴുവൻ പരക്കാനായി എല്ലാ പ്രദേശങ്ങളിലും നിറഞ്ഞു വസിക്കാനായി ദൈവം നമ്മെ അയക്കുന്നുണ്ട്. ഈ നിറഞ്ഞു വസിക്കാനായി അയക്കുന്ന ദൈവത്തെ തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ നമുക്ക് കഴിയുന്നില്ല പലപ്പോഴും. അതുകൊണ്ട് നാം എപ്പോഴും സങ്കുചിതമായി ചിന്തിക്കുന്നു. നമുക്ക് ദൈവവുമായുള്ള ബന്ധത്തെ തിരിച്ചറിയാതെയും സാർവത്രികമായി വരുന്ന ഈ രക്ഷ ലോകം മുഴുവൻ അനുഭവപ്പെടുത്താനുള്ള നിയോഗം നമുക്കുണ്ട് എന്ന കാര്യം തിരിച്ചറിയാതെയും നമ്മൾ ജീവിക്കുന്നു. കാറ്റക്കിസം ഓഫ് കാത്തലിക് ചർച്ച് 1219. സഭ നോഹയുടെ പെട്ടകത്തെ മാമോദിസ വഴിയുള്ള രക്ഷയുടെ പ്രതിരൂപമായി കാണുന്നു. കാരണം അതുവഴി കുറേ പേർ, അതായത് 8 പേർ ജലത്തിലൂടെ രക്ഷിക്കപ്പെട്ടു. അങ്ങ് മഹാപ്രളയ ജലത്തെ ഒരേ യാഥാർത്ഥ്യത്തിൻ്റെ രഹസ്യത്തിൽ പാപത്തിൻ്റെ അന്ത്യവും നന്മയുടെ തുടക്കവും കുറിക്കുന്ന പുനർജനനത്തിൻ്റെ അടയാളമാക്കി. ലോകം മുഴുവൻ വ്യാപിച്ചിട്ടുള്ള ജനത മുഴുവനും ഈ പറഞ്ഞ ജലപ്രളയത്തിലൂടെ രക്ഷപ്പെട്ട ജനമാണ് എന്ന കാര്യം നാം ഓർക്കണം. അങ്ങനെ ഓർക്കുന്നതിന്റെ പ്രത്യേകത എന്താ? നമ്മൾ ഈ രക്ഷയുടെ ഗണത്തിലേക്ക് അല്ലെങ്കിൽ ദൈവാവിഷ്കാരത്തിന്റെ പദ്ധതിയിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടവരാണെന്ന് ബോധ്യം ഉണ്ടാകാൻ വേണ്ടിയാണ്. ഞാനും നിങ്ങളും ഈ പറഞ്ഞ നോഹയുടെ പിന്തുടർച്ചയാണ് എന്ന് പറയുന്നതിന്റെ പിന്നിലുള്ള രഹസ്യം എന്താണ്? അത് നമ്മളൊക്കെയും ഈ ദൈവാവിഷ്കാരത്തിലേക്ക് വിളിക്കപ്പെടുന്നുണ്ടെന്ന് പറയാൻ വേണ്ടിയാണ്. അങ്ങനെ നോഹ പേടകത്തിലൂടെ ജലപ്രളയത്തെ അതിജീവിക്കുന്നു, മനുഷ്യകുലം അതിജീവിക്കുന്നു. ആ മനുഷ്യകുലത്തിന്റെ സമ്പൂർണമായ ജീവിതാവസ്ഥകളെ ക്രിസ്തുവിൽ നവീകരിക്കുകയും മനുഷ്യകുലത്തെ ആകെ ക്രിസ്തു തന്നിലേക്ക് ചേർക്കുകയും തന്നെ ദാനമായി നൽകുകയും ചെയ്യുന്നു. റോമർ 8:21 പറയുന്നു, സൃഷ്ടി ജീവനതയുടെ അടിമത്തത്തിൽ നിന്ന് വിമോചനം പ്രാപിക്കുകയും ദൈവമക്കളുടെ സ്വാതന്ത്ര്യം അനുഭവിക്കുകയും ചെയ്യും. അങ്ങനെ ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മൾ വിളിക്കപ്പെടുന്നു എന്ന പരമമായ സത്യത്തെ തിരിച്ചറിയുകയും അത് ഇങ്ങനെ
പടിപടിയായി ഉണ്ടായ രക്ഷാകര പദ്ധതിയുടെ ഭാഗമായിട്ട് സംഭവിച്ച കാര്യമാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്യുമ്പോഴാണ് ഈ രക്ഷയിൽ നാം എത്രത്തോളം പങ്കുചേർക്കപ്പെടുന്ന കാര്യം നമുക്ക് ഓർമ്മിക്കാൻ പറ്റുക. ഇത്തരം ധാരണയില്ലാതെ പോകുമ്പോൾ സാധാരണഗതിയിൽ നമുക്ക് സംഭവിക്കുന്ന പിഴവ്, നാം തെറ്റ് ചെയ്യുന്നു, ആ തെറ്റ് ചെയ്ത് നമ്മൾ ഏറ്റുപറയുന്നു, കേവലമായ മോചനം കിട്ടുന്നു എന്ന നിലയ്ക്ക് ഒതുങ്ങിപ്പോകും നമ്മുടെ ചിന്തകൾ. ദൈവാവിഷ്കാര പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഞാനും നിങ്ങളും ക്രിസ്തുവിലേക്ക് അനയിക്കപ്പെടുന്നതെന്നും ക്രിസ്തു വഴി വിമോചിതരാകുന്നതെന്നും തിരിച്ചറിയുമ്പോൾ ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയുടെ ഭാഗമായി നമ്മൾ മാറുകയാണ്. അങ്ങനെ ആ കൃപാകര പദ്ധതിയുടെ സമ്പൂർണതയ്ക്കകത്ത് നാം എടുത്തു വയ്ക്കപ്പെടുന്നു. ആ അനുഭവം നിത്യരക്ഷയെ പ്രദാനം ചെയ്യുന്നു എന്നത് മാത്രമല്ല, ആനുകാലിക ലോകത്ത് ക്രിസ്തു രഹസ്യത്തെ പ്രഘോഷിക്കാൻ കെൽപ്പുള്ളവരായി നമ്മെ മാറ്റുകയും ചെയ്യും. കാറ്റക്കിസം ഓഫ് കാത്തലിക് ചർച്ച് 57. മനുഷ്യവർഗം അനവധി ജനതകളുമായി വിഭജിക്കപ്പെട്ടിരിക്കുന്ന ഈ അവസ്ഥ സാർവജനീനവും സാമൂഹികവും മതപരവുമാണ്. ബാബിലോണിലെന്നതുപോലെ അധർമ്മത്തിൽ ഏകമനസ്സായി തങ്ങളുടെ ഐക്യമുറപ്പിക്കാൻ വ്യാമോഹിച്ച അധപ്പതിച്ച മനുഷ്യവർഗത്തിന്റെ അഹന്തയ്ക്ക് അറുതി വരുത്താൻ ഉദ്ദേശിച്ചായിരുന്നു ഇത്. ദൈവം തന്റെ കൃപാകര പദ്ധതി വെളിപ്പെടുത്തുമ്പോഴും തന്നോട് മനുഷ്യകുലത്തെ ആകെ ചേർക്കാനും വേണ്ടി നിരന്തരമായ ശ്രമങ്ങൾ നടത്തുമ്പോഴും, മോശ വഴി നിയമം നൽകുകയും പ്രവാചകന്മാർ വഴി പ്രബോധിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോഴും കൈവിട്ടു പോകുന്നൊരു ജനത്തെ നമുക്ക് കാണാൻ പറ്റുക. ദൈവത്തിന്റെ പക്ഷം ചേരാതെ ലോകാനുരൂപിയായി പോകുന്ന മനുഷ്യർ. അപ്രകാരം മനുഷ്യകുലം പലപ്പോഴും ദൈവത്തെ തിരസ്കരിക്കുകയും മറുതലിക്കുകയും ചെയ്യുമ്പോഴും കൈവിടാതെ ദൈവം കൂടെ വരുന്നു. സ്നേഹവാനായ ദൈവം കൃപാകര പദ്ധതിയെ പൂർത്തീകരിക്കാനായി നിരന്തരം മനുഷ്യരെ തന്നിലേക്ക് ചേർക്കുന്നു. നിയമത്തിലൂടെ പ്രവാചകന്മാരിലൂടെ കടന്നു വന്ന നമ്മൾ ആനുകാലിക ലോകത്ത് ക്രിസ്തുവിലായി തീർന്നിരിക്കുന്നു. യേശു വഴി സ്ഥാപിതമായ രക്ഷയിൽ പങ്കുകാരായിരിക്കുന്നു. അങ്ങനെ നമുക്ക് ദൈവം സമ്പൂർണമായി വെളിപ്പെട്ടിരിക്കുന്നു എന്നൊരു ബോധ്യത്തിലേക്ക് എത്തിച്ചേരുമ്പോഴാണ് എത്തിച്ചേർന്നിരിക്കുന്ന ഔന്നിത്യത്തെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുക. അതുകൊണ്ട് പഴയ നിയമകാല ജനതയേക്കാൾ കൂടുതൽ ഉത്തരവാദിത്വം നമുക്കുണ്ടെന്നാണ് വചനം പറയുക. നമുക്ക് ആലോചിക്കാവുന്ന കാര്യമുള്ളൂ. പരിശുദ്ധാത്മാവ് നൽകപ്പെടുന്നതിന് മുമ്പ് കടുത്ത ശിക്ഷയും ശാപവും ഒക്കെ പറഞ്ഞിരുന്ന പഴയ നിയമം നിലനിന്നിരുന്ന കാലത്ത് ജീവിച്ച ജനതയേക്കാൾ എത്രയേറെ മെച്ചപ്പെട്ട ഒരു സ്ഥിതിയിലാണ് നാം എത്തിച്ചേർന്നിട്ടുള്ളത്. നാം യേശുവിൽ സ്വതന്ത്രരായിരിക്കുന്നു. ദൈവാത്മാവ് നമുക്കായി നൽകപ്പെട്ടിരിക്കുന്നു. ക്രിസ്തു ശരീരത്തിന്റെ ഭാഗമായി നമ്മൾ മാറിയിരിക്കുന്നു. അങ്ങനെ പാപത്തിന്റെ പ്രവണതകളെ ജയിക്കാൻ ദൈവം നമുക്ക് തന്നെ സമ്പൂർണമായി നൽകിക്കൊണ്ട് നൽകിയ ഈ രക്ഷയുടെ അനുഭവത്തിൽ എത്രത്തോളം നാം നിലനിൽക്കുന്നുണ്ട്, എത്രത്തോളം പുരോഗമിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ദൈവാവിഷ്കാരത്തിൽ നോഹ വഴി ഉണ്ടായ ദൈവൈക്യത്തിനുള്ള ശ്രമങ്ങളെ പഴയ നിയമകാലത്തേക്ക് ഓർക്കുമ്പോൾ നാം ഓർക്കേണ്ടത് നാം ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ളത് രക്ഷയുടെ പാന്താവിലാണ് എന്ന് മാത്രമല്ല, ക്രിസ്തു ശരീരത്തിന്റെ ഭാഗമായിട്ടാണ്, ദൈവാത്മാവ് നിറഞ്ഞവരായിട്ടാണ്. ദൈവം തന്റെ ആത്മാവിനെ നമുക്ക് നൽകുകയും തന്റെ ശരീരത്തോട് ഗാഢബന്ധം പുലർത്താനായി സഭയ്ക്കകത്ത് നമ്മെ ചേർക്കുകയും പിതാവുമായുള്ള ബന്ധത്തിൽ നിരന്തരം നമ്മെ നിലനിർത്തുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം കുറെ കൂടി സ്നേഹപൂർണമായ ശ്രദ്ധാപൂർണമായ ഒരു പിൻചൊല്ലൽ ആവശ്യപ്പെടുന്നുണ്ട്. പഴയ നിയമകാല ജനത ഭയന്നാണ് ദൈവത്തെ പ്രതി കാര്യങ്ങൾ ചെയ്തിരുന്നതെങ്കിൽ അനുസരണത്തിലേക്ക് വിളിക്കാൻ ദൈവം ഭയപ്പെടുത്തുകയായിരുന്നു, ശിക്ഷ നൽകുകയായിരുന്നുവെങ്കിൽ നിത്യരക്ഷയിലേക്ക് ആനയിക്കാൻ തന്റെ പുത്രനെ തന്നെ യാഗമായി അർപ്പിച്ചുകൊണ്ട് ദൈവം നമ്മോട് കാട്ടിയ കാരുണ്യത്തെയും സ്നേഹത്തെയും തിരിച്ചറിഞ്ഞ് കൂടുതൽ സ്നേഹത്തോടെ നമ്മൾ ദൈവത്തെ പിൻചൊല്ലാൻ തുടങ്ങണം. അപ്പോഴാണ് കൽപ്പന പാലിക്കുന്നത് കേവലമായ ഒരു അനുഷ്ഠാനമാകാതെ, അല്ലെങ്കിൽ കൽപ്പനകൾ പാലിച്ച് ജീവിക്കുന്നത് കേവലം വാചാർത്ഥത്തിലാകാതെ ഹൃദയപരമായ ഒരു സമർപ്പണത്തിന്റെയും സ്നേഹത്തിന്റെയും ഭാഗമായിട്ട് മാറുക. ലോകത്തിപ്പോഴും ബഹുദൈവാരാധനയും വിഗ്രഹാരാധനയും സമ്പത്തിൽ കേന്ദ്രീകൃതമായ അവസ്ഥകളും സുഖഭോഗങ്ങളുടെയും ലോക താല്പര്യങ്ങളുടെയും എല്ലാ നിലകളും നിലനിൽക്കുന്നുണ്ട്. അവയുടെ മധ്യേ ക്രിസ്തുവിലായിരിക്കുന്ന നാം വെളിപ്പെട്ട ദൈവത്തെ നമ്മുടെ ജീവിതം വഴി പ്രകാശിപ്പിക്കാൻ കഴിയണം. അങ്ങനെ പ്രകാശിപ്പിക്കുമ്പോഴാണ് ഈ ലോകം വിമോചനം അറിയുക, ലോകം രക്ഷയിലേക്ക് പ്രവേശിക്കുക. സകല മനുഷ്യരും രക്ഷ പ്രാപിക്കണം. സകല മനുഷ്യരും രക്ഷ പ്രാപിക്കാൻ ദൈവം ആനുകാലിക ലോകത്ത് നമ്മളെയാണ് ഈ ലോകത്തിൽ ക്രിസ്തു അനുരൂപരായി ജീവിക്കാൻ വിട്ടിട്ടുള്ളത്, യേശുവിൽ രക്ഷയെ വെളിപ്പെടുത്തുന്നവരായി അയച്ചിട്ടുള്ളത്. ആ ഒരു ബോധ്യത്തോടെ നമ്മുടെ ജീവിതത്തെ അർപ്പിക്കാനായിട്ട് നമുക്ക് കഴിയണം. നമുക്ക് ഒരു ദൗത്യബോധം അക്കാര്യത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. നമ്മുടെ ജീവിതം നമ്മുടെ വ്യക്തിപരമായ ഒരു കാര്യം മാത്രമല്ല, അത് മുഴുവൻ മനുഷ്യരാശിയെയും ഉൾക്കൊള്ളുന്ന ഒരു പ്രവൃത്തിയാണ്. ക്രിസ്തുവിനായി തീർന്നിരിക്കുന്ന നമുക്ക് സകലർക്കും വേണ്ടി ആയിരിക്കാനുള്ള കടമയുണ്ട്. സകലരും ദൈവത്തിന്റെ രക്ഷയെ കാണാൻ ഞാനും നിങ്ങളും കാരണമായി മാറേണ്ടതുണ്ട്. എന്നാൽ പാപം നിമിത്തം എല്ലാ ജനതകളുടെയും
അവരുടെ ഭരണാധികാരികളുടെയും ബഹുദേവതാ വിശ്വാസവും വിഗ്രഹാരാധനയും അവയുടെ വഴിപിഴച്ച ആചാരങ്ങളും ഈ നിശ്ചിത പദ്ധതിയെ നിരന്തരം അപകടത്തിലാക്കുന്നു. നിരവധിയായ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിലനിൽക്കുന്ന ഒരു സമൂഹത്തിന്റെ മധ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ജീവിക്കുന്ന ജീവിത ചുറ്റുപാടിൽ അന്ധവിശ്വാസത്തിനെതിരായ ഒരു പ്രഘോഷണമായി നമ്മുടെ ജീവിതം മാറേണ്ടതുണ്ട്. പക്ഷേ സംഭവിക്കുന്ന പിഴവെന്താണ്? വിഗ്രഹാരാധനയും ആഭിചാരങ്ങളും ഒക്കെ നിലനിൽക്കുന്ന ഒരു സമൂഹത്തിനകത്ത് താതാത്മ്യപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കേവലമായ ഉത്സവാഘോഷങ്ങളിലോ കാര്യങ്ങളിലോ അല്ല. നമ്മൾ നമ്മുടെ ജീവിതത്തെ പരിശോധിക്ക്. ഒരു വീട് വയ്ക്കണമെങ്കിൽ സ്ഥാനം കാണുന്നു. നക്ഷത്രഫലം ഇപ്പോഴും നോക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഭാഗ്യപരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ടതായി മാറുന്നു. സമ്പത്ത് കേന്ദ്രീകൃതമായ ഒരു ലോകം നമുക്കുണ്ടാകുന്നു. രക്ഷ സാമ്പത്തികമായ ഉയർച്ചയാണെന്നും അവനവന്റെ കാര്യങ്ങൾ സുരക്ഷിതമാകുന്നതാണെന്നും തെറ്റിദ്ധരിക്കപ്പെടുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അന്ധവിശ്വാസങ്ങൾ ഏറുകയാണ്. വിശ്വാസത്തെ പ്രതിയായി തീരുമ്പോൾ പോലും നാം നമ്മെക്കുറിച്ച്, ഭാവിയെക്കുറിച്ച് അറിയാനായി ബ്രദർമാരെയും അച്ഛന്മാരെയും കാണാൻ നടക്കുന്നു, വരമുള്ളവരെ തേടി നടക്കുന്നു. അവിടെയൊക്കെ നാം ചെയ്യുന്ന പ്രവൃത്തിയുടെ പിഴവെന്താണ്? നാം ലോകാനുരൂപികളായിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്ത് വിഗ്രഹാരാധനയും ആഭിചാരങ്ങളും അന്ധവിശ്വാസങ്ങളും പെരുകുന്നു. ഈ അന്ധവിശ്വാസങ്ങളുടെ മധ്യേ ക്രിസ്തു വെളിപ്പെട്ടിരിക്കുന്ന പരമാർത്ഥം ജീവിതം കൊണ്ട് തെളിയിക്കാൻ വിളിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും. നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. സമ്പത്ത് കേന്ദ്രീകൃതമായ ലോകത്ത് സമ്പത്ത് പരമപ്രധാനമല്ലെന്നും അവരനാണ് പ്രധാനമെന്നും ദൈവത്തിൽ അവരന് വേണ്ടിയുള്ള ജീവിതമാണ് നമ്മുടേതെന്നും വെളിപ്പെടുത്താൻ നമുക്ക് കഴിയാത്ത വിധം നമ്മൾ അന്ധരായി പോകുന്നു. അങ്ങനെ ആവിഷ്കരിക്കപ്പെട്ട സമ്പൂർണമായ വെളിപാടായ ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞും അവിടെ നിന്ന് നമുക്ക് തന്ന പരിശുദ്ധാത്മാവിനെ ഹൃദയത്തിൽ സ്വീകരിക്കാതെയും നമ്മുടെ ജീവിതം മറുതലിപ്പിൻ്റെതായിട്ട് മാറിപ്പോകുന്നു. പഴയ നിയമകാല ജനതയ്ക്ക് പരിശുദ്ധാത്മാവ് നൽകപ്പെട്ടിരുന്നില്ല. നിയമവും പ്രവാചകന്മാരും അവരെ പഠിപ്പിക്കുമ്പോഴും അവർക്ക് ഹൃദയതലത്തിൽ വിഭജിതാവസ്ഥ ഉണ്ടായിരുന്നു. നാം ആകട്ടെ ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുകയും നമ്മുടെ ജീവിതത്തിന് നിലപാട് ക്രിസ്തുവിലാക്കുകയും ചെയ്യുന്നു. അങ്ങനെ ക്രിസ്തുവിലാകുകയും ദൈവരാജ്യത്തിൽ അംഗമായി തീരുകയും ചെയ്തതിനു ശേഷം പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയ ദൈവത്തെ നിരസിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം ലോകക്രമങ്ങളിലേക്ക് പോകുന്നു. അവിടെയാണ് നമ്മുടെ പാപം കൂടുതൽ കഠിനതരമാകുന്നത്. അതുകൊണ്ട് ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നവരായിട്ട് ജീവിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ബലഹീനതകളും പോരായ്മകളും വീഴ്ചകളും ഉണ്ടാവുമ്പോൾ അനുതാപത്തോടെ ക്രിസ്തുവിനെ പിൻചൊല്ലാനും അവന്റെ മാർഗത്തിൽ ഉറയ്ക്കാനും നമുക്ക് കഴിയണം. സഭയിൽ വിശ്വാസത്തോടെ നമുക്ക് നമ്മുടെ ജീവിതം ദൈവത്തിനുള്ള ആരാധനയായി അർപ്പിക്കാൻ കഴിയണം. അങ്ങനെ ദൈവാവിഷ്കാരത്തിന്റെ ഘട്ടങ്ങളിലൂടെ കടന്ന് മനുഷ്യർ പുരോഗമിക്കുന്ന ഘട്ടങ്ങളിൽ അവനനുഭവിച്ച എല്ലാത്തരം പരിമിതികളെയും മറികടക്കാൻ ആധുനിക കാലത്ത് ദൈവത്തിൽ നമുക്ക് നൽകപ്പെട്ടൊരവസരത്തെ പ്രയോഗക്ഷമമായി നയിക്കാൻ എനിക്ക് നിങ്ങൾക്കും കഴിയേണ്ടതുണ്ട് എന്നാണ് ഈ നോഹയുടെ ഉടമ്പടിയിലെ ദൈവാവിഷ്കാരത്തിന്റെ പദ്ധതിയെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്. നോഹയിലൂടെ പ്രളയത്തെ മറികടക്കുന്ന, അതല്ലെങ്കിൽ രക്ഷിക്കപ്പെടുന്ന ജനവിഭാഗം പിന്നീടുള്ള തുടർച്ചയിൽ നിരവധിയായ മഹത്തായ വ്യക്തികൾ ദൈവത്തെ സ്നേഹിക്കുന്നവരായും അനുഗമിക്കുന്നവരായും നമുക്ക് കാട്ടിത്തരുന്നുണ്ട്. അബ്രഹാത്തെ നമുക്ക് കാണാം, ദാനിയേലിനെ കാണാം, ജോബിനെ കാണാം. നിരവധിയായ ആളുകൾ ദൈവത്തിന്റെ വചനത്തെ സ്വീകരിക്കുകയും ദൈവേഷ്ടത്തിനനുസരിച്ച് മുൻപോട്ട് പോവുകയും ചെയ്തവർ. അവർ നൽകപ്പെട്ട ലിഖിതമായ നിയമങ്ങളെയാണ് അനുസരിച്ചിരുന്നത്. നമുക്കാകട്ടെ ഹൃദയഭിത്തിയിൽ അവിടുന്ന് തന്റെ ആത്മാവ് മുഖേന തന്റെ നിയമം എഴുതിയിരിക്കുന്നു, സ്നേഹത്തിന്റെ നിയമം എഴുതിയിരിക്കുന്നു, ക്രിസ്തു നമ്മിൽ വസിക്കുന്നു. അങ്ങനെ പരിപൂർണതാ മാർഗത്തിലേക്ക് പ്രവേശിക്കാൻ തന്നെ ദൈവം നമുക്ക് സ്വയംദാനമായി നൽകിയിട്ടുണ്ടെന്ന പരമാർത്ഥം, സമ്പൂർണതയായി ക്രിസ്തു നമ്മിൽ വസിക്കുന്നു എന്ന പരമാർത്ഥം തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ എനിക്ക് നിങ്ങൾക്കും കഴിയണമെന്നാണ് ദൈവാവിഷ്കാരത്തിന് രണ്ടാം ഘട്ടം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. കാറ്റക്കിസം ഓഫ് കാത്തലിക് ചർച്ച് 58 നോഹയുമായി ദൈവം നടപ്പാക്കിയ ഉടമ്പടി വിജാതിയുടെ കാലത്തുടനീളം സുവിശേഷത്തിന്റെ സാർവത്രിക പ്രഘോഷണ ഘട്ടം വരെ പ്രാബല്യമുള്ളതാണ്. ജനതകളിൽ തന്നെ മഹാവ്യക്തികളായിരുന്ന പലരെയും വിശുദ്ധ ഗ്രന്ഥം ആദരിക്കുന്നുണ്ട്. എത്രത്തോളം ഉന്നതമായ വിളിയിലേക്കാണ് നാം എത്തിച്ചേർന്നിരിക്കുന്നതെന്ന് ചിന്തിക്കണം. ദൈവാവിഷ്കാരത്തിന്റെ പ്രാരംഭ പടികളിലൂടെ കടന്നു വരുമ്പോൾ നാം തിരിച്ചറിയുന്നുണ്ട്, അവിടെ അജ്ഞരായിരുന്ന ജനം, ദൈവാത്മാവിൽ നിറയപ്പെടാത്ത ജനം, ദൈവവചനത്തെ പാലിക്കുക എന്നാൽ കൽപ്പന പാലിക്കുന്നതാണെന്നും പ്രവാചകന്മാരുടെ പ്രബോധനങ്ങൾ കേൾക്കുന്നതാണെന്നും കരുതിയിരുന്ന ജനം, ആ ജനത്തിന്റെ അവസ്ഥയിൽ നിന്ന് നാം യഥാർത്ഥ ദൈവത്തെ വെളിപാട് മുഖേന തിരിച്ചറിയുന്നവരും ക്രിസ്തുവിൽ മുദ്രിതരായിത്തീരുകയും ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരുമായി മാറി. അങ്ങനെ ദൈവം ഉന്നതമായ ദാനങ്ങളിലൂടെ നമ്മെ
ഏറ്റവും മഹോന്നതമായ പദവിയിലേക്കാണ് ക്ഷണിച്ചിട്ടുള്ളതെന്നും രക്ഷയുടെ സമ്പൂർണ്ണതയായ ക്രിസ്തുവിൽ ദൈവൈക്യത്തിലേക്കാണ് നാം എത്തിച്ചേരുകയെന്നും തിരിച്ചറിഞ്ഞ് ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും പ്രാധാന്യമുള്ളതായി തീരുക. ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും ക്രിസ്തു അനുരൂപരായി തീരാൻ നമുക്ക് ബാധ്യതയുണ്ട് എന്ന കാര്യം നമുക്ക് വ്യക്തമാകുക. നോഹയുമായുള്ള ഉടമ്പടി അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ചിതറിപ്പോയ ദൈവമക്കളെയെല്ലാം ഒരുമിച്ച് ചേർക്കുന്ന ക്രിസ്തുവിൻ്റെ ആഗമനം പ്രതീക്ഷിച്ച് ജീവിക്കുന്നവർക്ക് പ്രാപിക്കാൻ കഴിയുന്ന വിശുദ്ധിയുടെ ഔന്നത്യം എന്തെന്ന് അങ്ങനെ ഈ തിരുലിഖിതം വെളിപ്പെടുത്തുന്നു. കാറ്റഗിസം ഓഫ് കാത്തലിക് ചർച്ച് 2569. നോഹയുടെ ഹൃദയം നീതിനിഷ്ഠവും അവിഭക്തവുമായിരുന്നതിനാൽ അദ്ദേഹത്തിൻ്റെ ബലി ദൈവത്തിന് പ്രീതികരമായി. അദ്ദേഹത്തെയും അദ്ദേഹത്തിലൂടെ സൃഷ്ടപ്രപഞ്ചം മുഴുവനെയും ദൈവം അനുഗ്രഹിച്ചു. നോഹയ്ക്ക് മുമ്പുണ്ടായിരുന്ന ഹെനോക്കിനെ പോലെ നോഹയും ദൈവത്തോടൊപ്പം നടന്നു. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ്? ഒന്ന്, നോഹയുടെ ഹൃദയം അവിഭക്തമായിരുന്നു, നീതിനിഷ്ഠമായിരുന്നു. അവിഭക്തവും നീതിനിഷ്ഠവുമായ ഒരു ഹൃദയം നമുക്കുണ്ടാകേണ്ടതുണ്ട് ഈ ദൈവാവിഷ്കാരത്തെ സമ്പൂർണ്ണമായി അനുഭവിക്കാനെന്നാണ് യഥാർത്ഥത്തിൽ നോഹയുടെ കാലത്തെ ഈ അനുഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നോഹ നീതിനിഷ്ഠനായിരുന്നു. എന്താണ് നീതി? നമ്മുടെ സാമാന്യഗതി പറഞ്ഞാൽ അർഹിക്കുന്നവന് കൊടുക്കുക. എന്നാൽ ദൈവത്തിന്റെ നീതിയെ നാം തിരിച്ചറിയണം. അത് കാരുണ്യമാണ്. ദൈവത്തിന്റെ നീതി അർഹമായവന് നൽകപ്പെട്ടതല്ല, അനർഹമായവന് നൽകപ്പെട്ടതാണ്. നാം അയോഗ്യരായിരിക്കെ, പാപികളായിരിക്കെ ദൈവം നമ്മോട് നീതി കാട്ടി. ദൈവം നമ്മോട് കാട്ടിയ നീതി കാരുണ്യമാണ്. ജോബ് നീതിമാനാണ്. ജോബ് നീതിമാനായിരിക്കുമ്പോൾ തന്നെ ജോബ് ദൈവത്തോട് എതിർക്കുന്നുണ്ട്. ജോബ് തന്റെ സഹനങ്ങളെ സ്വീകരിക്കാതെ പോകുന്ന നിമിഷങ്ങളുണ്ട്. ക്രിസ്തുവിൽ വെളിപ്പെട്ട നീതിമാനോ, അവൻ തന്റെ സഹനങ്ങളെക്കുറിച്ച് പരിതപിക്കുന്നില്ല, ദൈവത്തെ കുറ്റപ്പെടുത്തുന്നില്ല, അതൊരു സഹനമായി കാണുന്നില്ല, ആത്മാർപ്പണത്തിന്റെ വേദിയായി ഒരു മാമോദീസ മുങ്ങലായിട്ട് അനുഭവിക്കുന്നു. അങ്ങനെ ക്രിസ്തു ഒരു സ്നാനമായിട്ടാണ് സഹനത്തെ കാണുന്നത്. പിതാവിന്റെ കരങ്ങളിലേക്ക് തന്നെ ഏൽപ്പിക്കുന്നു. അങ്ങനെ നീതിമാൻ വെളിപ്പെടുക. ആ നീതിമാൻ എങ്ങനെയാണ് നീതിമാനാകുന്നത്? തന്നെ ദ്രോഹിക്കുന്നവരോട് ക്ഷമിച്ചുകൊണ്ടാണ്, അവർ കവിവില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. മറ്റുള്ളവരെ വിധിക്കാതെ അവരുടെ അറിവ് കുറവിന് അവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവനായി മാറി ക്രിസ്തു തന്റെ നീതി വെളിപ്പെടുത്തുന്നു. അപ്പോൾ നമ്മുടെ നീതി പഴയ നിയമത്തിന്റെ നീതിയല്ല, നമ്മുടെ നീതി ക്രിസ്തുവിന്റെ നീതിയാണ്. എത്രത്തോളം ആ നീതിനിഷ്ഠമായ ജീവിതം നമുക്ക് നയിക്കാൻ പറ്റുന്നുണ്ടെന്ന് ആലോചിക്കണം. രണ്ടാമത്, അവിഭക്തമായ ഹൃദയമാണ്. നമ്മുടെ ഹൃദയം വിഭജിക്കപ്പെട്ടിരിക്കുന്നു പല കാരണങ്ങളാൽ. നാം താൻ പാതി ദൈവം പാതി ജീവിക്കുന്നവരാണ്. ദൈവമാണ് സമ്പൂർണ്ണത എന്ന് പറയാൻ നമുക്ക് പറ്റിയിട്ടില്ല. നാം ഒരു ഭാഗം ലോകത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ അവിഭക്തമായ ഒരു ഹൃദയമല്ല നമുക്കുള്ളത്, വിഭജിക്കപ്പെട്ട ഹൃദയമാണ്. താല്പര്യങ്ങൾ വിഭജിക്കപ്പെട്ടിരിക്കുന്നു. വിഭജിതമായ താല്പര്യങ്ങൾക്ക് ഒരിക്കലും ഒരു കേന്ദ്രസ്ഥാനത്ത് എത്തിച്ചേരാൻ കഴിയില്ല. നമ്മുടെ ഹൃദയം അവിഭാജ്യമായി ദൈവത്തിൽ എത്തിച്ചേരണം. ഈ ലോകത്തെ ആവശ്യങ്ങളൊന്നും നിറവേറ്റേണ്ടെന്നല്ല ഇതിനർത്ഥം. ഈ ആവശ്യങ്ങൾ പോലും ക്രിസ്തുവിനെ പ്രതിയാക്കി മാറ്റാൻ നമുക്ക് പറ്റും. ദൈവത്തെ പ്രതി നമ്മുടെ ജീവിതത്തെ അർപ്പിക്കുമ്പോൾ ഭൗതിക ജീവിതത്തെയും ആധ്യാത്മികതയുടെ പ്രകാശന മാർഗമാക്കി നമുക്ക് മാറ്റാൻ പറ്റും. അങ്ങനെ ഈ ലോകത്തിന്റെ ജീവിതം ക്രിസ്തുവിൽ സമ്പൂർണമാക്കി തീർക്കാൻ നോഹയുടെ നീതിപൂർവകമായ ജീവിതത്തിലൂടെ ജലപ്രളയത്തെ ലോകം മറികടന്നതുപോലെ നമ്മുടെ നീതിനിഷ്ഠമായ ക്രിസ്തുവിലുള്ള ജീവിതം മൂലം അവിഭാജ്യമായ ഹൃദയത്തിനകത്ത് ദൈവത്തെ സ്വീകരിക്കുക മൂലം നമുക്ക് ലോകരക്ഷയിൽ പങ്കാളികളാകാൻ പറ്റും. ക്രിസ്തുവിൽ സകല ജനതയ്ക്കും വേണ്ടിയുള്ള രക്ഷ ആനുകാലിക ലോകത്ത് ദൈവാവിഷ്കാരത്തിന്റെ സമ്പൂർണ്ണത വെളിപ്പെടുന്ന നമ്മിലൂടെയാണ്. അപ്രകാരം ലോകത്തിന് മുൻപിൽ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നവരായി ജീവിക്കാൻ, ക്രിസ്തുവിനെ നൽകുന്നവരായി ജീവിക്കാൻ ദൈവത്തിന് രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, തന്നെ വെളിപ്പെടുത്തുക, തന്നെ നൽകുക. ആ രണ്ട് പ്രവൃത്തികളും നമ്മുടെ ജീവിതം വഴി ലോകത്ത് പ്രകാശിതമാകട്ടെ. രക്ഷയുടെ സൗരഭ്യമായി നമ്മൾ ഓരോരുത്തരും മാറാനിടയാകട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ആമേൻ.